സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സൂഫിയും ദർഗയും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് സൂഫി, എന്താണ് ദർഗ? പല വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ തർക്കം നടക്കുന്നത് ഇസ്ലാമികപരമായ പ്രശ്നങ്ങളും ക്രിസ്ത്യൻപരമായ പ്രശ്നങ്ങളും ഒക്കെ ഹിന്ദു പ്രശ്നങ്ങളും ഒക്കെ കൂടി കലർന്നുകൊണ്ടാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയത്തിൻ്റെയും പുറകിൽ രാഷ്ട്രീയം തന്നെയാണ് പ്രധാന ഹേതു എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ അറിവ്. ഇപ്പോൾ നമ്മുടെ മാലിക് എന്ന് പറയുന്നൊരു സിനിമ റിലീസായി. ആ സിനിമയിൽ തന്നെ പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ഒരു നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് നല്ല സൗഹൃദത്തിൽ കഴിയുന്നവരെയൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുന്നൊരു സിനിമയാണ് അതിലുള്ളത്. പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ട് സ്വന്തം അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന അധികാര മോഹികൾ ആണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ പറയുകയാണ്. എങ്കിലും ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അത് കടന്നിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, കലക്കമുള്ള കുളം അത് പിന്നെയും കലക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന എനിക്ക് തെളിയിപ്പിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ പിന്നെ അതിലേക്ക് സമയം കളയുന്നവൻ വിഡ്ഢിയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കുക ജനങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ജനം തിരിച്ചറിയുക, എല്ലാ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം ഇത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരാണ് സൂഫി എന്ന് പറയുന്ന വിഷയമാണ് നമ്മുടേത്. ആത്മീയമായ മേഖലയിൽ സഞ്ചരിക്കുന്ന എന്താണ് ആത്മീയത എന്നുള്ള വിഷയമാണ് നമുക്ക് പറയേണ്ടത്. എന്താണ് ആത്മീയത? കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു നല്ല സമയം എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ കുട്ടിക്കാലം മുതൽ അവൻ്റെ ഓരോ സ്വപ്നങ്ങളുമായിട്ട് അവൻ വളർന്നു വരുന്ന അവൻ്റെ ഓരോ പ്രായങ്ങളും, അങ്ങനെ ഓരോ പ്രായങ്ങളിലും അവൻ കാണുന്ന സ്വപ്നങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവൻ അറിയാതെ അവനെ തേടിയെത്തുന്ന പല ദുഃഖങ്ങളുമുണ്ട്. ചില നിരാശകൾ, ചില സങ്കടങ്ങൾ, അത് ചില നഷ്ടപ്പെടലുകളുടെയൊക്കെ പുറകിലായിരിക്കാം. അത് ചിലപ്പോൾ പ്രണയിച്ച ആൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വേദനിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് മനസ്സിൻ്റെ വേദന എന്നാണ് പറയുന്നത്. ശരീരത്തിൻ്റെ വേദന വേറെയാണ്. ശരീരത്തിൻ്റെ വേദനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൻ്റെ മുട്ടിന് വേദന, കാലിൻ്റെ മുട്ട്, അങ്ങനെ ഓരോ അവയവങ്ങളെ എടുത്ത് പറയും. പക്ഷെ മൊത്തത്തിലുള്ള ഒരു വേദനയാണ് നമ്മൾ പറയുന്നത് മനസ്സിൻ്റെ വേദന. അപ്പോൾ അത് ശരീരത്തിൽ എവിടെയും പാർട്സായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അല്ല മനസ്സെന്ന് പറയുന്നത്. അതൊരു സാങ്കല്പികമായിട്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ് മനസ്സ്. അവിടെയാണ് ഈശ്വരനും ഇരിക്കുന്നത് സാങ്കല്പികമായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുന്നു. ആ മനസ്സിനെ നമ്മൾ ആത്മാവെന്നും പേരിട്ടിരിക്കുന്നു. അപ്പോൾ ആ ആത്മാവ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ പരിശുദ്ധി ചില വണ്ടികളിൽ കാണാം. ഫിൽറ്റർ എന്ന് പറയുന്ന ഉപയോഗിക്കുന്നൊരു സംഭവം കാണാം. എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു പഞ്ഞി പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ സിഗരറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു സ്പോഞ്ച് പോലെയാണ് അത് കറ കയറി എന്നൊക്കെ പറയുന്ന പോലെ ഈ വണ്ടി ഓടുമ്പോൾ ആ ഫിൽറ്ററിലേക്ക് പൊടി വന്ന് തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ വണ്ടിയുടെ മൈലേജൊക്കെ കുറയാൻ കാരണമാകും. അപ്പോൾ വെറുതെ ഒരു സ്പോഞ്ചാണ് അതിൻ്റെ അകത്ത്. ആ സ്പോഞ്ച് അതിനെ ഫിൽറ്റർ ചെയ്യാൻ, അതിൽ വരുന്ന എല്ലാ ഇതിനെയും ഫിൽറ്റർ ചെയ്യുന്നൊരു സംവിധാനമാണ്. എന്ന് പറയുന്ന പോലെ നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഫിൽട്രേഷനാണ് ഈ പറയുന്ന ആത്മാവെന്ന് പറയുന്നൊരു ഫിൽറ്ററാണത്. പക്ഷെ അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ പൊടി വന്ന് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കുറയും. മൈലേജ് കുറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് അറിയാലോ, വണ്ടി വേഗം പെട്ടിക്കുള്ളിലാവും. അപ്പോൾ മൈലേജ് കൂട്ടാനും അതുപോലെ തന്നെ ഒരു സമയമെത്തി ആ വണ്ടി ഓടുന്നതിനനുസരിച്ച് പഴക്കം വന്ന് നശിക്കുന്നതും എങ്കിൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നശിക്കുന്നതും പോലെ ശ്രദ്ധയില്ലായ്മകൾ കൊണ്ടുവരുന്ന നാശത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. കാരണം നമ്മളാണ് നമ്മളെ പരിപാലിക്കേണ്ടത്. നമ്മളൊക്കെ ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വണ്ടി കഴുകേണ്ടതും അതിൻ്റെ അകമൊക്കെ ഇൻറ്റീരിയർ ക്ലീനിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. അത് സ്വയം ചെയ്യാൻ അതിന് കഴിവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലീനിങ് നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പല ആളുകളിലേക്കും നോക്കിയാൽ കാണാം,
ശരീരം തളർന്നു പോയിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ക്ലീനിങ് നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പലരും പല അസ്വസ്ഥതകളോടുകൂടിയായിരിക്കും. സ്നേഹത്തോടുകൂടി പരിപാലിക്കുന്നവരുണ്ട്, ദേഷ്യത്തിൽ പരിപാലിക്കുന്നവരുണ്ട്. അങ്ങനെ പല മനുഷ്യരും പലതരത്തിൽ ആ വ്യക്തിയുടെ കർമ്മം അനുസരിച്ചുകൊണ്ടാണ് പരിപാലനം ശരിയാകുന്നത്. ചിലവർ പ്രാകും, പണ്ടാരും ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, ബാക്കിയുള്ളവർക്ക്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരാളെ, തളർന്നു പോയ ഒരാളെ ശുദ്ധീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്ന അയാളുടെ കർമ്മഫലമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ പരിശുദ്ധിയാണ് നമ്മളോടൊപ്പം യാത്രയാകുന്നത്. അത് നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും, ചില തടസ്സങ്ങൾ വരും. ഇതൊക്കെ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് അപ്പുറത്ത് കടക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറക്കപ്പെടുന്നത്, ഒരു അപകടത്തിൽ പെടുമ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്, ഒരു വിഷമിച്ചിരിക്കുമ്പോൾ ഒരു എളുപ്പവഴി ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവരോട് സഹതപിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇതേപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അവൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന ആ റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആശ്വാസമായ വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ പരിശുദ്ധിയാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനകൾ കൊണ്ട് ശുദ്ധീകരിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഇപ്പം തത്മഇന്നൽ കുലൂബി ഹലാബി ദിക്രില്ല എന്ന് പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറയുന്ന കാണാം. നമ്മളുടെ ദിക്റുകൾ, അതായത് പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾക്ക് നമ്മുടേതായ കുഴപ്പങ്ങളെ നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ ദിക്റുകൾ ചെല്ലുന്നതിനേക്കാൾ അപ്പുറത്താണ് ദിക്ർ ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ശരീഅത്ത് നിയമപ്രകാരം ദിക്ർ ചൊല്ലുകയും ഒരു ഷെയ്ഖ് മുരീദ് ബന്ധം, ഇവിടെയാണ് സൂഫിസത്തിൻ്റെ റൂട്ട് തുറക്കപ്പെടുന്നത്. ഒരു വ്യക്തി ഒരു സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അവനിക്ക് ആ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ +2 വരെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവൻ ഓരോ കടമ്പകളും കടന്ന് അവൻ ആ +2 പൂർത്തീകരിച്ച് ആ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു കോളേജ് അവൻ തിരയുകയാണ്. മെഡിക്കൽ ആണെങ്കിൽ അങ്ങനെ ഓരോ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓരോ കോളേജുകൾ അവൻ സെലക്ട് ചെയ്ത് അങ്ങോട്ട് എത്തപ്പെടുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ നമ്മൾ പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ആ ഒരു ആരാധനയും ദൈവത്തിനോടുള്ള ഒരു പ്രണയവും വന്നു ചേർന്ന് കഴിയുമ്പോൾ ചില മനുഷ്യർ അവരുടെ ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അഭിനിവേശമാണ്. കാരണം നമ്മളൊരു പെൺകുട്ടിയെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നു. ആ പെൺകുട്ടിയെ നമുക്കൊരു പരിചയവുമില്ല, അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ മനസ്സിൻ്റെ അകത്തൊരു ഇഷ്ടം തോന്നി അവളോട്. പിന്നെ നമുക്ക് അവളെ കാണണമെന്നുള്ളൊരാഗ്രഹമായി. പിന്നെ നമ്മൾ അവൾ വരുന്ന സമയം നോക്കി നിൽക്കും, പക്ഷെ അത് അവളറിയുന്നില്ല. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇയാൾക്ക് അവളോടുള്ള ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് അവളെ കാണാൻ ഇയാൾ സമയം കളയുകയാണ്. ഇയാളുടെ പല ജോലികളും പല പ്രവൃത്തികളും ഒക്കെ ഇട്ടുകൊണ്ട് അവൾ വരുന്നതും പോകുന്നതുമായ സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അയാൾ മറിഞ്ഞു നിന്നുകൊണ്ട് അവളെ ഇങ്ങനെ വീക്ഷിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവളൊന്ന് തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ, അവളൊന്ന് പുഞ്ചിരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ ദിനങ്ങളെയും തള്ളി നീക്കി അവളുടെ മുഖം തൻ്റെ മുഖത്തിലേക്കൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി അയാൾ പ്രയത്നിച്ച് എന്തെങ്കിലും ഒരു കാരണങ്ങളിലൂടെ അവളുടെ മുഖം തന്നിലേക്കാവുകയും അങ്ങനെ അവൾ പുഞ്ചിരിക്കുകയും പിന്നെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ആ സംസാരം അവരുടെ ജീവിതമാക്കി മാറ്റി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതമാകുന്ന ഒരു വലിയ വഴിത്താരയിലേക്ക് എത്തപ്പെടാൻ ഒരുമിക്കാൻ വേണ്ടിയിട്ട് എത്തപ്പെടുന്നത് പോലെ തന്നെയുള്ളൊരു പ്രയാണമാണ്. അള്ളാഹുവിനോടുള്ളൊരു മുഹബ്ബത്ത് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ
പിന്നെ അവൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ലോകത്തേക്ക് അവൻ കടക്കുകയാണ്. എനിക്ക് ഏതിലൂടെ പോയാൽ ഇത് ലഭിക്കും. അപ്പോൾ ശരീഅത്ത് എന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം മാത്രമാണ്. വഴി അവിടെ ഇല്ല. വഴി ഒരു സൂഫിയിലൂടെയാണ് ഉള്ളത്. അപ്പോൾ ആരാണ് യഥാർത്ഥ സൂഫി എന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. കാരണം ഇന്ന് ഈ ലോകത്ത് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീഡിയൻ ഇന്ത്യയും മീഡിയൻ കുന്നുംകുളവും ഉണ്ട്. ഇന്ത്യയിൽ തന്നെയാണ് കുന്നുംകുളം ഉള്ളത്, അതും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒറിജിനലായിട്ട് ഇറങ്ങുന്ന ഒരു സാധനത്തിൻ്റെ അതേ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ ഇവിടെയും ഇറക്കുമതി ചെയ്യുന്നു. അപ്പം എന്നതുപോലെ നമ്മളിൽപ്പെട്ട ഒരാളെ തന്നെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല. ഒരാൾ വലിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളെ വിശ്വസിക്കലല്ല സൂഫിസം. അതല്ല ഒരു ഷെയ്ഖ് എന്ന് പറയുന്നത്. അദ്ദേഹം നമുക്ക് തരുന്ന അറിവുകളിലേക്കാണ് പരിശോധിക്കേണ്ടത്. ഈ വ്യക്തി നമ്മളെ എങ്ങോട്ടാണ് നയിച്ചു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് അവിടെ ചെല്ലുമ്പോൾ ആനയെ കോഴിയാക്കി, കോഴിയെ മുട്ടയാക്കി എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടി കണ്ടുകൊണ്ട് അദ്ദേഹം ബന്ധുക്കയോ ആണ് എന്ന് പറയലല്ല. അതല്ല നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ സംസാര ഉദ്ദേശവും അദ്ദേഹം നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ, എന്ത് പ്രവൃത്തികളും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് വിശപ്പും ദാഹവും ജീവിതവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ എനിക്കുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഞാനത് അനുഭവിക്കുകയാണ്, എനിക്കുമുണ്ട് കടങ്ങൾ. പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് പോലും കടത്തിലാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പടച്ചട്ട പണയത്തിലായിരുന്നു. അപ്പോൾ കടമില്ലാത്ത ആരുമില്ല. ഇവിടെ നേരെ ചിന്തിക്കണം എങ്ങനെയാണ്, കടം ഉണ്ടാവുമോ ഷെയ്ഖന്മാർക്ക്, സങ്കടങ്ങൾ ഉണ്ടാവുമോ ഷെയ്ഖന്മാർക്ക്? അവർ അള്ളാൻ്റെ അടുത്ത ആൾക്കാരല്ലേ, അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ വിവരമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അത്തരം ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടുവന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പം കണ്ടുവന്ന ആൾ ഈ ലോകത്ത് എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്ന ആ ദുരിതം ഇപ്പോഴും മാറിയിട്ടില്ല. മരിച്ചിട്ട് വഫാത്തായിട്ട് പോലും ഇപ്പോഴും ആൾക്കാർ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയാനില്ല. അപ്പം അതൊക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പം എല്ലാ മനുഷ്യരെ പോലെ തന്നെയും മനുഷ്യരായി, അത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഒരുത്തനെ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളിലേക്ക് അഴക്കും. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ നിത്യവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ നല്ലൊരു സുഹൃത്തിനെ എനിക്ക് കാണിച്ചതാ, നല്ലൊരു കൂട്ടുകാരനെ നീ എനിക്ക് കാണിച്ചാ, നീ ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് കാണിച്ചാന്ന് നമ്മൾ 1000 വട്ടം ചോദിക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്നവൻ ഫാത്തിഹയെ ഫാത്തിഹയായിട്ട് മാത്രം കാണുകയും ഫാത്തിഹ ഒരു സൂറത്താണെന്നും അത് ചിലപ്പോൾ വെള്ളത്തിലൂതി കുടിക്കാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഓതാനും ഒക്കെ ഉപയോഗിക്കാനും, പക്ഷെ ഒരിക്കലും അത് ആർക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. നമ്മുടെ ചോദ്യങ്ങളാണ്. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദ്യം, നീ ഒരു നല്ല വഴി, നല്ലൊരു സുഹൃത്ത്, അതിനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പം അത്തരം സുഹൃത്തുക്കൾ നമ്മളിൽ വന്നു പെടും. അതിനൊരു കാരണമുണ്ടാവും. ആ കാരണത്തിലൂടെ നമ്മളിലേക്ക് എത്തപ്പെടുന്ന ആള്. സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? പലതരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് വരും. ചിലർ പ്രണയിക്കാൻ വരും, ചിലർ പറ്റിക്കൂടി വഞ്ചിക്കാൻ വരും, ചിലർ വേറെ ഏതെങ്കിലും സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആ സൗഹൃദം അങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകും. പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്കൊരു മെസ്സേജും ഇല്ല. അവരൊക്കെ വന്നത് വേറെ എന്തോ കാര്യങ്ങൾ പറയാനാണ്. പക്ഷേ ഒരു ദൈവത്തിനെക്കുറിച്ച് പറയുന്ന ഒരാൾ വരുന്നു, അയാൾ ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, അയാളുടെ സൗഹൃദം എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു, അയാൾ അച്ചടക്കങ്ങൾ പഠിപ്പിക്കുന്നു, നിയമങ്ങൾ പഠിപ്പിക്കുന്നു, നാളത്തെ പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, മരണാനന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ വ്യക്തി തന്നോടൊപ്പം തന്നെ ഉണ്ടോ? ഇപ്പോൾ മഹലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിലെ ഖത്തീബിന് സാലറി കുറഞ്ഞ അത്രയും കാലം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന ജനങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടും. പക്ഷേ നമ്മൾ ഇത്രയും വർഷങ്ങളായി കണ്ടുമുട്ടിയ ആ ഒരു ഗുരുനാഥൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ? ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ? ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ? നമുക്ക് ആ നന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല.
ഞാൻ തൃശ്ശൂർ ഒരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ബീവി വന്നിരുന്നു, പച്ചപ്പട്ടൊക്കെ പൊതച്ച് ഭയങ്കര ഇതിലൊക്കെ വന്ന് ജനങ്ങളായിട്ട് ഭയങ്കര സൗഹൃദമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും അതും ഇതും ഒക്കെ വാങ്ങിയിട്ട് ലാസ്റ്റ് അവരൊരു മുങ്ങി, പിന്നെ എവിടെയാണെന്ന് ഒരു അഡ്രസ്സും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കള്ളന്മാരുണ്ട്. മനുഷ്യർക്ക് പൈസക്ക് ആവശ്യം വരുമ്പോൾ മനുഷ്യൻ പലരോടും, അതും അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട്, കാണുന്ന നാട്ടുകാരോടല്ല, വിഷയാചിക്കാരല്ല, മാന്യമായിട്ട് നമ്മൾ ഓരോ വഴികൾ വന്നടയുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളുടെ സൗഹൃദങ്ങളോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ചിലർ നമ്മളെ സഹായിക്കും. നമ്മൾ അവരെ പറ്റിക്കാനോ വഞ്ചിക്കാനോ അല്ല, അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പം നുണ പറഞ്ഞ് കാശുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് പല നുണകളും പറയാം. പക്ഷെ നമ്മളൊക്കെ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്നും മനസ്സുരുകി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി താ, കടക്കാരനല്ലാതെ മരിപ്പിച്ചു താ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പറ്റിച്ചിട്ട് മുങ്ങാൻ നമുക്ക് എവിടെ മുങ്ങാനാണ്? 6 അടി മണ്ണിലേക്ക് മാത്രമേ ഇനി മുങ്ങാൻ ബാക്കിയുള്ളൂ. വേറെ എങ്ങോട്ടും മുങ്ങാൻ സ്ഥലമില്ല. അപ്പോൾ ആരെയും പറ്റിച്ചോ ചതിച്ചോ വഞ്ചിച്ചോ ഒന്നും പോകാൻ ആഗ്രഹിക്കാതെ എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ സ്നേഹത്തോടുകൂടി തന്നെ ശാസിക്കുകയും സ്നേഹിക്കുകയും അനുസരണ പഠിപ്പിക്കുകയും വിശ്വാസങ്ങൾ പഠിപ്പിക്കുകയും സൂക്ഷ്മതകൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ഒരു നല്ല സുഹൃത്തായിക്കൊണ്ട് ആ വ്യക്തി നമ്മളോടൊപ്പം തന്നെയുണ്ടോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സൂഫികൾ. അവർക്ക് ആരെയും ചതിക്കാനും പറ്റില്ല, ആരെയും വേദനിപ്പിക്കാനും കഴിയില്ല. അവർ ശാസിക്കുന്നത് വേദനിപ്പിക്കുന്നതും നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യയും ഈ രണ്ടുപേരും തമ്മിൽ അടിപിടി കൂടുന്നതും ഭർത്താവ് ഭാര്യയെ തല്ലുന്നതും ഒക്കെ നമ്മൾ കാണാം. എന്താവശ്യത്തിൻ്റെ പേരിലാണ് തല്ലിയത്? ഭാര്യ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ തല്ലിയിട്ടുണ്ടാകാം, മറ്റെന്തെങ്കിലും കാര്യം. ഈ അടികൊള്ളണമൊക്കെ വെറുതെ വേസ്റ്റാണ്. പക്ഷെ ഒരു ഗുരുവിൽ നിന്ന് ചീത്ത കേൾക്കുമ്പോഴും അടി കേൾക്കട്ടുമ്പോഴും ആ ഗുരു തൻ്റേതായ എന്തെങ്കിലും കാര്യസുഖം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണോ, തൻ്റേതായ എന്തെങ്കിലും ആവശ്യം നടക്കാതെ പോയതിൻ്റെ പേരിലാണോ ഈ അടിയടിച്ചത്? അതോ നാളത്തെ പരലോക ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അടിച്ചതെന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുണ്ടാകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ 2 ഗേറ്റ് വെച്ചു. ആ ഗേറ്റ് തുറന്നു തന്നെയാണ് കിടന്നിരുന്നത്. ഞാനിവിടെ മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയപ്പോൾ ജനങ്ങളുടെ സ്വഭാവം പറയുകയാണ്. ഇവിടെ വന്ന് താമസമാക്കി കഴിഞ്ഞപ്പോൾ ഗേറ്റ് 2 വലിയ ഗേറ്റുകളാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ കാർ ഷെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട് കുറച്ച് താഴ്ത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ചുറ്റും മതിൽക്കെട്ടുകളാണ്. ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും അറിയില്ല. അത്രയ്ക്കും ഉള്ളിലാണ് വീടിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കാനുള്ളൊരു ബോധം എനിക്കുണ്ട്. ഈ വീട്ടിൽ 2 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്രിയ സുഹൃത്തായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പകുതി സ്ഥലം നമ്മൾ വാങ്ങിക്കുകയും അവിടെ വീട് വെക്കുകയും ചെയ്തു. അപ്പോൾ ആ വീടിൻ്റെയും സുരക്ഷിതത്വം, നമ്മളുടെ വീടിൻ്റെയും സുരക്ഷിതത്വം കണ്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം അവരോടും പറയും, വാതിലൊന്നും തുറന്ന് എന്താ കാര്യം? പെരുമ്പാവൂരും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ ബംഗാളികൾ കയറി ഓരോ വീട്ടിൽ കൊലപാതകങ്ങൾ നടത്തിയതും മറ്റതും ഒക്കെ കണ്ടുമ്പോൾ നമ്മൾ ആണുങ്ങളാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം കുഴപ്പങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി അവരോട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഗേറ്റ് നിർബന്ധമായിട്ട് അടച്ചിടാനും ഒക്കെ പറഞ്ഞു കൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ ആർക്കും കരയേണ്ടി വരില്ല. ഈ പാഠമാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നമ്മുടെ സാധനങ്ങൾ, എൻ്റെ വണ്ടിയുടെ 4 വീലും ആരോ അയച്ചിട്ടു. ഞാനൊരു ദിവസം വണ്ടി എടുത്തുകൊണ്ട് റോട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടി കിടന്ന് ഇങ്ങനെ ആടുകയാണ്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ടയർ പഞ്ചറായ നോക്കിയപ്പോൾ പഞ്ചറായിട്ടില്ല. അപ്പോൾ എന്താണ്, എൻ്റെ വണ്ടിയുടെ 4 വീലും ലൂസാക്കി ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ക്യാമറ എല്ലാം വെച്ചു. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ജനങ്ങൾ അറിയുന്നുണ്ടോ? ജനങ്ങൾ എന്തായിരിക്കും കാണുന്നത്? ജനങ്ങളപ്പം തന്നെ വിലയിരുത്തും.
അയാളുടെ വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കണേന്, എപ്പം നോക്കിയാലും ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രയാസങ്ങൾ അവരറിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മുമ്പിൽ പോലീസ് വണ്ടി വന്നു നിന്നു. അതിൽ നിന്ന് പോലീസുകാരിറങ്ങി, SI ഇറങ്ങി നമ്മുടെ വീട്ടിലേക്ക് അവർ കയറി വന്നു. എന്നെ വിളിച്ചു, ഞാൻ ഇറങ്ങി വന്നു. അദ്ദേഹം നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടറാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചു. എന്നെ പരിചയപ്പെടാൻ വന്നതാണ്. അങ്ങനെ പടത്തിനെക്കുറിച്ച് സംസാരിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം ഇവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷേ കാണുന്ന ആൾക്കാരെന്ത് പറയും? അയാളുടെ വീടിൻ്റെ മുമ്പിൽ പോലീസ് വണ്ടി വന്നിട്ടുണ്ട്. ഇനി അവരെന്തൊക്കെ പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും കേൾക്കണത് വേറെ എന്തെങ്കിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലും അന്വേഷിക്കാൻ പോലും ആൾക്കാരില്ല. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന ദുർനടപ്പുകാരുടെ ലോകത്താണ് ഈ സൂഫിസത്തിൻ്റെ ആത്മാക്കൾ പരിശുദ്ധിയെ തേടുന്നത്. അപ്പോൾ ഒരു പരിശുദ്ധിയിലേക്ക് എത്തപ്പെടണമെങ്കിൽ നല്ലൊരു ഗുരുവിനെ ആവശ്യമാണ്. ആ ഗുരുവാണ് നമ്മളെ എല്ലാ സൂക്ഷ്മതകളിലൂടെയും കൊണ്ടുപോകാൻ പഠിപ്പിക്കുന്നത്. അത് ഒരു സൂക്ഷ്മമായ ലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് സൂക്ഷ്മമായ ലോകം? ഒരു തെറ്റും കുഴപ്പവും ഇല്ലാതെ നമ്മൾ കുട്ടികളെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി നിർത്തിയതിന് ശേഷം ഇനി അഴുക്കിലേക്കൊന്നും പോകരുതെന്ന് പറയുന്നത് പോലെ നമ്മൾ അവരെ ശാസിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. സ്നേഹിച്ചവരോടൊപ്പം എന്നും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയാണ് സൂഫിസം. അത്തരം ഗുരുക്കന്മാരിന്നില്ല. ആൾക്കാരും ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത സഹായങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ചീത്തപ്പേരുകളൊക്കെ മരിച്ചു കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോകും. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ ഭയങ്കര സ്റ്റൈലിൽ വന്ന് പ്രസംഗിക്കണം, ആരെങ്കിലും മരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഇവർ തമ്മിൽ യുദ്ധമായിരിക്കും. അവൻ കള്ളനാണ്, മറ്റവനാണ്, മറിച്ചവനാണെന്നൊക്കെ പറയും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടൊരു ശോക പ്രസംഗം നടത്തും. അപ്പം ഇങ്ങനെ അഭിനയ ജീവിതം നടത്തുന്നവരല്ല സൂഫികൾ. അവർ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് സഞ്ചരിക്കുന്നവരാണ്. അവർ യാഥാർത്ഥ്യം പറയുന്നവരാണ്. അവർ സത്യത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായ ചിന്തകൾ മനസ്സിൽ ഉടലെടുക്കാനായിട്ട് നിരന്തരം പ്രേരിപ്പിക്കുന്നവരാണ് സൂഫികൾ. വളരെ വിശദമായി സംസാരിച്ചു പോകേണ്ട ഒരു വഴിത്താരയാണ് സൂഫി. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു കഥയല്ലാതെ. അതുകൊണ്ടാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൂഫിസത്തെ ഇഷ്ടപ്പെടുന്നവരും സൂഫിസത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും അതിൻ്റെ ശരിയായ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരും സമയമെടുത്തിരുന്ന് തന്നെ കാണണം. അല്ലാണ്ട് ഓടി വന്ന് കയറിയാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അല്ല ഇത്. കാരണം ഞാൻ സൂഫിസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മാവും ശരീരവും രണ്ടായി മാറുന്ന ഒരു നിമിഷമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ ആത്മാവെന്ന് പറയുന്ന സത്യത്തിൻ്റെ ആ സത്യം നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷം, അത് തിരിച്ചറിഞ്ഞവരാണ് സൂഫികൾ. അതുകൊണ്ടാണ് തിരിച്ചറിയാത്തവർക്ക് അവർ ആ ദർശനം കൊടുത്തുകൊണ്ട് അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. കാലം മാറിയതിനനുസരിച്ചുകൊണ്ട് സൂഫികൾ ഇന്ന് വളരെ കുറവാണ്. അതുകൊണ്ട് അത്തരം സൂഫികളെ കണ്ടെത്തുക. അവരൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പണ്ഡിതന്മാർ അവരെ കല്ലെറിഞ്ഞ് കൊല്ലും. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു. കാരണം ഇത് പറഞ്ഞാൽ തീരാത്തൊരു കഥയാണ്. കുല്ലവുക്കാനൽ ബഹറുലിദാദി കലിമാത്തി റബ്ബി ലനഫ്ദൽ ബഹറു കബല അൻദൽ കലിമാത്തി റബ്ബി വലജു അനാബി മുസ്ലിഹി മദദ. ഈ കാണുന്ന സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയാക്കിക്കൊണ്ട്, ഈ കാണുന്ന വൃക്ഷങ്ങളെ മുഴുവനും പേനയാക്കി എടുത്തുകൊണ്ട് എത്ര വർണ്ണിച്ചാലും എത്ര വിവരിച്ചാലും എത്ര എഴുതിയാലും തീരാത്ത ഒന്നാണ് ദൈവത്തിനെക്കുറിച്ചുള്ള സംസാരവും ദൈവത്തിലേക്കുള്ള വഴികളും. അതുകൊണ്ട് എഴുതിയാൽ തീരാത്ത ആ ഒരു കഥ ഞാൻ എൻ്റെ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. സ്നേഹപൂർവ്വം ഷാജി യോസഫ്.